Hi everyone. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് ഇന്ന് നമ്മൾ പറയാൻ പോണത് ദ ഫസ്റ്റ് വൺ, ഡിഫൈനിങ് കൺസെപ്റ്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ റിസർച്ച് പ്രോസസ്സൊക്കെയാണ് നമ്മൾ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. യെസ്, ഡിഫൈനിങ് കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഒരു പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതായത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ഒരു റിസർച്ചിൻ്റെ ടൈറ്റിൽ, ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ ആ റിസർച്ചിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോണ കാര്യങ്ങൾ, അതായത് അതിനുവേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണ ഹൈപ്പോത്തിസിസ്. സോ ഇങ്ങനെയുള്ള എല്ലാ എലമെൻറ്റുകളും ആ ഒരു റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എലമെൻറ്റുകളെയും ആണ്, അതായത് ഓൾ ടോട്ടലാണ് നമ്മൾ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. സോ concepts are included in the title, objectives, investigation, questions, hypothesis, etc. Then ഈ ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുക, അതായത് റിസർച്ച് പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന ഓരോ എലമെൻറ്റുകളെയും കൃത്യമായിട്ടും സ്പെസിഫിക് ആയി ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ റിസർച്ച് പ്രോസസ്സിൻ്റെ പ്ലാനിങ്ങിന് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. കൃത്യമായിട്ടും നമ്മൾ ഇത്തരത്തിൽ ആ ഒരു റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന എലമെൻറ്റുകളെ കൃത്യമായി ഡിഫൈൻ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ആ ഒരു റിസർച്ച് പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ചിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കൺസെപ്റ്റ്സ്. എന്തൊക്കെയാണ് ഈ കൺസെപ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് പറയണത്. കൺസെപ്റ്റ്സ് ആർ സിമ്പിൾസ് വിച്ച് റെപ്രസെൻറ്റ്സ് ആൻ ഒബ്ജക്റ്റ് ഓർ ഫിനോമിനൻ. ഈ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? നമ്മുടെ ആ ഒരു റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫിനോമിനൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾസ് ആയിരിക്കാം. ആൻഡ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ഇൻ റിലേഷൻ വിത്ത് ആൻ ഒബ്ജക്റ്റ്. ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള പെർസെപ്ഷൻസ് ഉണ്ട്, അതായത് ഒരു പർട്ടിക്കുലർ ഫിനോമിനൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, അതുമായിട്ട് ഓരോരുത്തരും അതിനെ ഓരോ ഡിഫറെൻറ്റ് രീതിയിലാണ് പെർസീവ് ചെയ്യണത്. സോ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ഇൻ റിലേഷൻ വിത്ത് ആൻ ഒബ്ജക്റ്റ്. ഒരൊറ്റ ഒരു കാര്യത്തിനെ പലരും പല രീതിയിലാവും നോക്കിക്കാണും. ദെൻ ഇറ്റ് റെപ്രസെൻറ്റ്സ് വാരിയസ് ഡിഗ്രീസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസിനും ഡിഫറെൻറ്റ് കൺസെപ്റ്റ്സ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് റെപ്രസെൻറ്റ്സ് വാരിയസ് ഡിഗ്രീസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ഇതൊക്കെയാണ് ജനറൽ ആയിട്ട് കൺസെപ്റ്റ്സിൻ്റെ ഫീച്ചേഴ്സ് പറയണത്. യെസ്, നെക്സ്റ്റ് വൺ, സ്റ്റെപ്സ് ഇൻ ഓപ്പറേഷണലൈസേഷൻ ഓഫ് കൺസെപ്റ്റ്സ്. അതിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യണത്? എക്സാമിൻ ദ ഡെഫിനിഷൻ ഓഫ് കൺസെപ്റ്റ്സ്. നമ്മൾ കൺസെപ്റ്റ്സിനൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാമിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഫൈൻഡ് ഔട്ട് ദ വാരിയസ് യൂസേജ് ഓഫ് കൺസെപ്റ്റ്സ്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതിനെ എക്സാമിൻ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ ഓരോ കൺസെപ്റ്റ്സിൻ്റെയും യൂസേജ് എന്തിനൊക്കെയാണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദെൻ ഐഡൻറ്റിഫൈ മെഷർമെൻറ്റ് ക്രൈറ്റീരിയ റിലേറ്റിംഗ് ടു ദ കൺസെപ്റ്റ്സ് ആൻഡ് എലമെൻറ്റ്സ്. ആ ഒരു എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ക്രൈറ്റീരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതാണ് ആ ഒരു കൺസെപ്റ്റ്സിൻ്റെ ഓപ്പറേഷണലൈസേഷനിലെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ, മെഷർമെൻറ്റ് ഓഫ് വാരിയബിൾസ്. നമുക്കറിയാം, നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു റിസർച്ചിലൊക്കെ രണ്ട് വാരിയബിൾസിൻ്റെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ സ്റ്റഡി ചെയ്യും, ഇല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം വാരിയബിൾസ് ഒക്കെ സ്റ്റേറ്റ് ചെയ്യും, ദെൻ അതിനെ മെഷർ ചെയ്യണം. സോ വാട്ട് യു മീൻ ബൈ മെഷർമെൻറ്റ് ഓഫ് വാരിയബിൾ? വാരിയബിൾസിനെ മെഷർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, അക്കോർഡിംഗ് ടു ടോഗസൺ, മെഷർമെൻറ്റ് ഈസ് ദ അസൈൻമെൻറ്റ് ഓഫ് നമ്പേഴ്സ് ടു ഒബ്ജects represents amounts or degrees of property possessed by all objects. അതായത് നമ്മൾ വാരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താ? ഡിപ്പെൻഡൻ്റ് ആവാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആവാം, കൺട്രോളബിൾ ആവാം, അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് വാരിയബിൾസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാറ്റഗറീസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള വാരിയബിൾസിനെ നമ്മൾ മെഷർ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ, അതായത് അതിൻ്റെ ഒരു എമൗണ്ട്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അത് നമ്മൾ മെഷർ ചെയ്യാണ്. സോ അതിൽ നമ്മളിപ്പോൾ പറയില്ലേ, നോമിനൽ സ്കെയിൽ ആവാം, കർഡിനൽ സ്കെയിൽ ആവാം, ഓർഡിനൽ സ്കെയിൽ ആവാം, റേഷ്യോ അനാലിസിസ് ആവാം. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വാരിയബിൾസിനെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മെഷർമെൻറ്റ് ഓഫ് വാരിയബിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ദി റിസർച്ച് പ്രോസസ്സ്. അതായത് റിസർച്ച് പ്രോസസ്സിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് വാരിയബിൾസിനെ മെഷർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ,
അതായത് ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള ഒരു ഡിമാൻഡിനും പ്രൈസിനും ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് അതിന് എത്ര ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, അല്ലെങ്കിൽ അതിൽ ആ ഡിഗ്രീസ്, അല്ലെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന എമൗണ്ട്സ്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. യെസ്, then one of the important topic, research design or plan. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്. യെസ്, അക്കോർഡിംഗ് ടു ക്ലെയർ സെലിഡ്, എ റിസർച്ച് ഡിസൈൻ ഈസ് ദ കണ്ടീഷൻസ് ഫോർ കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ in a manner that aims to combine the relevance to the research purpose with economy in procedure. എന്താ റിസർച്ച് പ്ലാൻ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കളക്ട് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യണം. സോ ആ ഡാറ്റ കളക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു ഡാറ്റ അനലൈസ് ചെയ്യണം. കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ടും അനലൈസ് ചെയ്യണം. സോ ഇത്തരത്തിൽ ഡാറ്റ കളക്ഷനും അനാലിസിസിനൊക്കെയുള്ള ആ ഒരു കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? റിസർച്ച് ഡിസൈൻസ് അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയണത്. ഇനി in the words of Miller, designed research is the planned sequences of the entire process involved in conducting a research study. Yes, മില്ലർ എന്താ പറയണത്? ഒരു റിസർച്ച് സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻറ്റയർ പ്രോസസ്സിൻ്റെ ഒരു പ്ലാൻഡ് സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? റിസർച്ച് ഡിസൈൻ എന്ന് പറയണത്. യെസ്, റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് അല്ലെങ്കിൽ എ ടു സെഡ് അതിൻ്റെ എല്ലാ എൻറ്റയർ പ്രോസസ്സിനെയും അതിൻ്റെ ഒരു പ്ലാൻഡ് സീക്വൻസിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡാറ്റ കളക്ഷൻ, ഡാറ്റ ഏതൊക്കെ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്ത് കളക്ട് ചെയ്യണം, ദെൻ അതിനെ എങ്ങനെ അനലൈസ് ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ കൺക്ലൂഷൻസ് ഡ്രോൺ ചെയ്യും, എങ്ങനെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും, അതെങ്ങനെ ടെസ്റ്റ് ചെയ്യും തുടങ്ങി എല്ലാ കാര്യങ്ങളും, എല്ലാ റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത്. യെസ്, ദെൻ ദ നെക്സ്റ്റ് വൺ എന്താ പറയണത്? All the research designs have to answer the following questions. അതായത് എല്ലാ റിസർച്ച് ഡിസൈൻസും നമ്മൾ ഇനി പറഞ്ഞിട്ടില്ല, ഈ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടില്ല, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യേണ്ടി വരും. അതായത് എന്താ റിസർച്ച് ഡിസൈൻ എന്നുള്ളത് നമ്മൾ ഇതുകൊണ്ട് മീൻ ചെയ്യണത്? വാട്ട് ഈസ് ദ സ്റ്റഡി അബൌട്ട്? എന്താ നമ്മുടെ റിസർച്ച്? എന്തിനാ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യണത്? എന്താ നമ്മൾ പഠിക്കാൻ പോണത്? അത് ഓഫ് കോഴ്സ് എന്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം? റിസർച്ച് ഡിസൈനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി? എന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണത്? അതിൻ്റെ പർപ്പസ് എന്താ? അത് കൃത്യമായും സ്റ്റേറ്റ് ചെയ്യണം. ദെൻ ടൈപ്പ് ഓഫ് ഡാറ്റ റിക്വയർഡ് ഫോർ സ്റ്റഡി. നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ, എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് നമ്മുടെ റിസർച്ചിന് ആവശ്യം? ആൻഡ് ഫ്രം വേർ ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ്, എവിടുന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് സ്റ്റഡി? എത്ര ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര പീരീഡ്? 1 year ആണോ, 2 years ആണോ, 3 years ആണോ, 4 years ആണോ? എത്ര പീരീഡ് നമുക്കുണ്ട്? ഈ ഒരു റിസർച്ചിന് വേണ്ടി എത്രമാത്രം സമയമുണ്ട്? ദെൻ വാട്ട് ഈസ് ദ സാമ്പിൾ സൈസ്? നമ്മൾ എത്രയാണോ സാമ്പിൾസ് കളക്ട് ചെയ്യണത്? ദെൻ ബേസിസ് ഓഫ് സാമ്പിൾ സെലക്ഷൻ, എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യണത്? മേ ബി റാൻഡം സാമ്പിളിംഗ് ആവാം, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് റാൻഡംലി സെലക്ട് ചെയ്യാതെ എന്തെങ്കിലും സർട്ടൻ ബേസിസിൻ്റെ അടിസ്ഥാനത്തിലാവാം. So what is the basis of sample selection? Then how data can be collected? ഇങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. Then how will the data be analyzed? കളക്ട് ചെയ്തതിനെ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? Then what will be the style of report presentation? ഏത് രീതിയിലാണ് നമ്മൾ റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ആ ഒരു തെസിസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യണത്, പ്രിപ്പയർ ചെയ്യണത്? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ഒരു ടോപ്പിക്, നമ്മുടെ റിസർച്ച് എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് മുതൽ അതിൻ്റെ ലാസ്റ്റ്, അതായത് ആ റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു തെസിസ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്? റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സീക്വൻസ്, അതായത് പ്ലാൻഡ് സീക്വൻസിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ, അതിൻ്റെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ പ്ലാൻ വിച്ച് ഡിനോട്ട്സ് ദ ടൈപ്പ് ആൻഡ് സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ. റിസർച്ച് ഡിസൈനിൽ നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഇൻഫർമേഷൻസ്, ഏതൊക്കെ തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആവശ്യം, അതെല്ലാം കൃത്യമായിട്ടും സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി വിച്ച് സ്പെസിഫൈ ദ അപ്രോച്ച് ഓഫ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. ദെൻ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. ഏതൊക്കെ രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യണം, ആ ഒരു സ്പെസിഫൈഡ് അപ്രോച്ചാണ്. അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടും സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യണം, എങ്ങനെ അനലൈസ് ചെയ്യണം എന്നൊക്കെ സ്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കംപ്രൈസസ് ടൈം ആൻഡ് കാസ്റ്റ് ബഡ്ജറ്റ്സ്. അതായത് നമുക്കറിയാം, നമുക്ക് എപ്പോഴും ഒരു റിസർച്ചിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് വരുന്നതാണ് ടൈം അല്ലെങ്കിൽ കാസ്റ്റ് എന്നുള്ളതൊക്കെ. സോ ഓഫ് കോഴ്സ് നമ്മുടെ ഡ്യൂറേഷൻ എത്രയാണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട് എത്രയാണ്, അതെല്ലാം റിസർച്ച് ഡിസൈനിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ദെൻ ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പർപ്പസ് ഓഫ് റിസർച്ച്. എന്തിനു വേണ്ടിയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത്, റിസർച്ചിൻ്റെ പർപ്പസ് എന്താ, അതും എന്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ റിസർച്ച് ഡിസൈനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്നുള്ളതിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതൊക്കെ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ, അത് കൃത്യമായിട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് മെത്തേഡുകൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ടൈം ആൻഡ് കോസ്റ്റ് ബഡ്ജറ്റ്സിനെ കംപ്രൈസ് ചെയ്ത് എഫിഷ്യൻ്റ് ആൻഡ് ഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു മാനറിലായിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റിസർച്ച്, അല്ലെങ്കിൽ റിസർച്ച് എന്തിനു വേണ്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യനും ഓഫ് കോഴ്സ് എന്തിലുണ്ടായിരിക്കും, റിസർച്ച് ഡിസൈനിലുണ്ടായിരിക്കും. ദെൻ ദ നെക്സ്റ്റ് ഹെഡ്, നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് നീഡ് ഫോർ റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈനിൻ്റെ നീഡ് എന്താണ്, ആവശ്യകത എന്താ റിസർച്ച് ഡിസൈനിൻ്റെ? ഇപ്പം ഇത്രയും റിസർച്ച് ഡിസൈൻ എന്താ അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോഴേ നമുക്കറിയാം എന്തൊക്കെയാണ് അതിൻ്റെ നീഡ്, എന്തിനാ റിസർച്ച് ഡിസൈൻ എന്നുള്ളത്. അതായത് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ദാറ്റ് സീക്വൻസ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാൻ ആണ്, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ സ്ട്രക്ചറാണ് റിസർച്ച് ഡിസൈൻ. സോ അത് എന്തിനൊക്കെയാണ്? ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻ അറ്റ് മിനിമം കോസ്റ്റ്, ടൈം ആൻഡ് എഫേർട്ട്. കൃത്യമായിട്ടൊരു റിസർച്ച് ഡിസൈൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിനിമം കോസ്റ്റിൽ അല്ലെങ്കിൽ മിനിമം ടൈമിൽ മിനിമം എഫേർട്ടിൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇറ്റ് അഡ്വാൻസ് പ്ലാനിങ് ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഏത് അപ്രോച്ച് അല്ലെങ്കിൽ ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം ഡാറ്റ കളക്ഷന്, അത് കൃത്യമായിട്ടും നമുക്ക് അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഡിസൈഡിങ് അപ്പോൺ ദ ടെക്നിക്സ് ടു ബി യൂസ്ഡ് ഇൻ ദി അനാലിസിസ് by considering the time, number of staff and money. Then of course നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻസ്, അല്ലെങ്കിൽ നമ്മുടെ ടീം എത്ര മെമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഇതെല്ലാം എന്തിനെ നമ്മുടെ റിസർച്ചിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്, ഓഫ് കോഴ്സ് എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാൻ ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണം, അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതും ഈ ടൈം, കാസ്റ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റാഫ്, അതിൻ്റെ എല്ലാം അവൈലബിലിറ്റീനെ കൺസിഡർ ചെയ്താൽ. അപ്പം ഇത്തരത്തിൽ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, കൃത്യമായൊരു റിസർച്ച് ഡിസൈനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്കണോമിക്കലി ആൻഡ് എഫിഷ്യൻ്റ്ലി ഒരു റിസർച്ചിനെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ദ ഡിസൈൻ ഹെൽപ്സ് ദ റിസർച്ചർ ടു ഓർഗനൈസ് ഐഡിയാസ്. കൃത്യമായിട്ടും ഓരോ എലമെൻറ്റിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ചറുടെ ഐഡിയാസിനെ ഓർഗനൈസ് ചെയ്യാൻ, അറേഞ്ച് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, റിസർച്ച് ഡിസൈൻ സഹായിക്കുന്നുണ്ട്. യെസ്, ദെൻ ദ നെക്സ്റ്റ് ഹെഡ്, അടുത്ത ഹെഡാണ് റിസർച്ച് ഡിസൈനിൻ്റെ എസെൻഷ്യൽ കൺസെപ്റ്റ്സ്. അതായത് റിസർച്ച് ഡിസൈനിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ഇതിൽ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അറിയുന്നതാണ്. നമ്മൾ നമ്മുടെ റിസർച്ചുകൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും മെൻഷൻ ചെയ്ത് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണെന്ന് നമുക്കറിയാം.
യെസ്, ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇഫ് വൺ വാരിയബിൾ ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി അനദർ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാരിയബിൾ മറ്റൊരു വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആശ്രയിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വാരിയബിളിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്നും, ഏതിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ വാരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്നും പറയും. അതാണ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ഫോർ എക്സാമ്പിൾ, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അവിടെ പ്രൈസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ ഡിമാൻഡ് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെ. അപ്പോൾ പ്രൈസ് ഇൻഡിപെൻഡൻറ്റും ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തുമാണ്? ഡിപ്പെൻഡൻറ്റ് വാരിയബിളുമാണ്. Then the next one, second point, extraneous variables. എക്സ്ട്രേനിയസ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളിപ്പോൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഒക്കെ നോക്കി. എക്സ്ട്രേനിയസ് വാരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ആൻഡ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ സ്റ്റഡി ബട്ട് ഇറ്റ് എഫക്ട്സ് ദ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. എക്സ്ട്രേനിയസ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സം സോർട്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് തന്നെയാണ് എക്സ്ട്രേനിയസ് വാരിയബിൾസ്. പക്ഷേ ഇത് ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മുടെ ഒരു സ്റ്റഡി, നമ്മുടെ റിസർച്ചിൽ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അത് ഡിപ്പെൻഡൻറ്റ് വാരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൈസും ഡിമാൻഡും രണ്ട് വാരിയബിളാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. ശ്രദ്ധിക്കുക, പ്രൈസും ഡിമാൻഡും. അതിൽ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തു, പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ആണ്. ആ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഡിമാൻഡ് ഉള്ളത്. സോ ഡിമാൻഡ് എന്താണ്? ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ആണ്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ, ഈ രണ്ട് എലമെൻറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേറൊരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും കൂടി കടന്നു വരിക എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ സപ്ലൈ എന്ന് പറയുന്ന ഒരു വാരിയബിൾ കടന്നു വരുന്നു. ആ ഒരു സപ്ലൈ എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വാരിയബിൾ ആണ്. പക്ഷെ അത് നമ്മുടെ സ്റ്റഡിയിൽ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഓഫ് കോഴ്സ് സപ്ലൈക്ക് പ്രൈസിലും ഡിമാൻഡിലും ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? എക്സ്ട്രേനിയസ് വാരിയബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എക്സ്ട്രേനിയസ് വാരിയബിൾസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ആണ്. നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ റിസർച്ചുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ല, പക്ഷേ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വാരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്നു. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് പ്രൈസും ഡിമാൻഡും സപ്ലൈ, 3 ഫാക്ടേഴ്സ്. പ്രൈസും ഡിമാൻഡും ആണ് നമ്മൾ പഠിക്കാൻ പോണത്. ഒരു പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത്. പ്രൈസ് കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുന്നു, ഡിമാൻഡ് കൂടുന്നു. സോ പ്രൈസ് ഇൻഡിപെൻഡൻറ്റും ഡിമാൻഡ് ഡിപ്പെൻഡൻറ്റും ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത് എക്സ്ട്രേനിയസ് വാരിയബിൾ ആണ്. കാരണം ഡിമാൻഡിൽ മാറ്റം വരുത്താൻ സപ്ലൈക്ക് കഴിയും. സപ്ലൈ എത്രമാത്രം കൂടുന്നോ കുറയുന്നോ അത് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ടോ? ഇല്ല. ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ആണ്. ഓക്കെ, then the effect on dependent variable as a result of unrelated variable. It is technically described as experimental error. ഇത്തരത്തിൽ നമ്മൾ രണ്ട് വാരിയബിളിൻ്റെ, അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിൻ്റെയും ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പിനെ പഠിക്കുമ്പോൾ അതിൽ ഡിപ്പെൻഡൻറ്റ് വാരിയബിളിൽ മൂന്നാമതൊരു, അതായത് ഒരു അൺറിലേറ്റഡ് വാരിയബിൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ വരുന്ന ഒരു എഫക്റ്റിനെ നമ്മൾ ടെക്നിക്കലി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് എക്സ്പെരിമെൻ്റൽ ഇറർ എന്ന് പറയുന്ന ഒരു ടേം വെച്ച്. ദെൻ ദ തേർഡ് വൺ, കൺട്രോൾ. യെസ്, വാട്ട് യു മീൻ ബൈ കൺട്രോൾ? കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ ഒരു എക്സ്ട്രേനിയസ് വാരിയബിൾ, അതായത് മൂന്നാമതൊരു വാരിയബിൾ നമ്മുടെ സ്റ്റഡിയിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാത്തൊരു ഘടകം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്ട്രേനിയസ് വാരിയബിൾസിൻ്റെ എഫക്റ്റിനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതിനെയാണ് ദ ടേം കൺട്രോൾ മീൻ ചെയ്യുന്നത്. യെസ്, ദ ഫോർത്ത് വൺ, കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ്. എന്താ കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? If the dependent variable is not free from the influence of extraneous variables, such relationship is called confounded relationship. നമ്മൾ പറഞ്ഞു എക്സ്ട്രേനിയസ് വാരിയബിൾസിൻ്റെ എഫക്റ്റിനെ മിനിമൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ആണ്. ഇനി എക്സ്ട്രേനിയസ് വാരിയബിൾസിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്നും നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസ് ഫ്രീ അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. Then the fifth one, research hypothesis. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹൈപ്പോത്തസിസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കിയിട്ടുള്ള ഏരിയ ആണ്. റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ ഒരു അസംഷൻ ആണ്, ഒരു പ്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് റിലേറ്റ്സ് ടു എൻ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ടു എ ഡിപെൻഡന്റ് വാരിയബിൾ. രണ്ട് വാരിയബിൾസിനെ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വാരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. യെസ്, then the sixth one, experimental and non-experimental hypothesis testing research. Yes, when the purpose of research is to test a hypothesis, ഒരു ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് റിസർച്ചിന്റെ പർപ്പസ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. When the purpose of research is to test a hypothesis, then it is termed as research hypothesis, and it may be experimental design or non-experimental design. ഒരു ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ റിസർച്ചിന്റെ പർപ്പസ് എന്നുണ്ടെങ്കിൽ അതൊരു റിസർച്ച് ഹൈപ്പോത്തസിസ് ആണ്. ആൻഡ് അത് എക്സ്പെരിമെന്റൽ ഡിസൈൻ ആവാം, അല്ലെങ്കിൽ നോൺ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആവാം. ആദ്യം എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത്. When an independent variable is manipulated in a research, that is called experimental hypothesis testing. അതായത് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളൊരു എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ച് എന്ന് പറയണത്. ഇനി ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ എഫക്ട്സിനെ നമ്മൾ കൃത്യം മാനിപ്പുലേറ്റ് ചെയ്യുന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളൊരു നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ഫ്രം ദ ബിഗിനിങ് ഒന്നുകൂടി പിന്നിലേക്ക് പോവുകയാണ്. നമ്മുടെ റിസർച്ച് ഡിസൈനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എസെൻഷ്യൽ കൺസെപ്റ്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ഉണ്ട്. അതിൽ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു വാരിയബിൾ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡൻറ്റ് വാരിയബിളും, ഏതിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ആണ്. ഇനി നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വാരിയബിളിനെ എഫക്റ്റ് ചെയ്യുന്ന പക്ഷേ നമ്മുടെ റിസർച്ചിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാത്ത വാരിയബിൾസ് ആണ് എക്സ്ട്രേനിയസ് വാരിയബിൾസ്. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ കൺട്രോൾ എന്നുള്ള ഒരു ടേമിൽ മീൻ ചെയ്യുന്നു. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കൺഫൗണ്ടഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു, നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു അസംഷനാണ്, പ്രഡിക്റ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്സിനെയാണ് സ്റ്റേറ്റ് ചെയ്യണത്. ഇനി ആറാമത്തെ പോയിന്റിൽ പറഞ്ഞത് എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ചും നോൺ എക്സ്പെരിമെന്റൽ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് റിസർച്ചും. എക്സ്പെരിമെന്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നോൺ എക്സ്പെരിമെന്റൽ ആണെങ്കിലോ ഇൻഡിപെൻഡന്റ് വാരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ എഫക്ട്സിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. ദെൻ ദ സെവൻത്ത് പോയിന്റ്, എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ്. യെസ്, ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? When a group is exposed to some special conditions, it is called experimental. Otherwise, if it is going through the usual conditions, it is termed as control group. അതായത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കണ്ടീഷൻസിലൂടെയും നമ്മുടെ കൺട്രോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നോർമൽ അല്ലെങ്കിൽ യൂഷ്വൽ കണ്ടീഷൻസിലൂടെയാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ M.Com ക്ലാസ്സിന് ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾ 25 പേര് ഞാൻ 2 ഗ്രൂപ്പുകളാക്കി, A, B എന്ന് പറഞ്ഞിട്ട് 13 പേര് 12 പേരൊക്കെയുള്ള 2 ഗ്രൂപ്പുകളാക്കുന്നു, A, B എന്ന് പറഞ്ഞിട്ട്. അതിൽ A എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഞാൻ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്ത് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കണം. അതായത് ദേ ആർ ഗോയിങ് ത്രൂ സം സ്പെഷ്യൽ കണ്ടീഷൻസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് സ്പെഷ്യൽ കണ്ടീഷൻസിന് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ദെൻ അവർക്കുണ്ടാവുന്ന അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവരിലുണ്ടാവുന്ന ഒരു എഫക്റ്റീവ്നെസ് ഞാൻ സ്റ്റഡി ചെയ്യുന്നു. ദെൻ ബി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നോർമൽ ക്ലാസ്സസ് അല്ലെങ്കിൽ നോർമലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദേ ആർ ഗോയിങ് ത്രൂ ദ യൂഷ്വൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻസ്. സോ ഇതാണ് വ്യത്യാസം. അതായത് ഒന്ന് എക്സ്പെരിമെന്റൽ ആണ്, സ്പെഷ്യലി ട്രീറ്റ് ചെയ്യുന്നുണ്ട്,
സ്പെഷ്യൽ കണ്ടീഷൻസിലൂടെ അവർ പോകുന്നുണ്ട്. ബട്ട് കൺട്രോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ, നമ്മുടെ യൂഷ്വൽ കണ്ടീഷൻസിലൂടെയാണ് കൺട്രോൾ ഗ്രൂപ്പ്സ് പോകുന്നത്. സോ എക്സ്പെരിമെൻ്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സിനെ സ്പെഷ്യൽ കണ്ടീഷൻസ് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ഗ്രൂപ്പ്സ് ഗോയിങ് ത്രൂ the usual conditions. Then the next one, eighth one, treatments. Treatments are the different conditions under which the experiments are done. നമ്മളിപ്പോൾ പറഞ്ഞു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്, കൺട്രോൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷൻസിനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് എക്സ്പെരിമെൻറ്റ്സുകൾ കണ്ടക്ട് ചെയ്യണത്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസിലൂടെ നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഏത് രീതിയിലാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ആ ഡിഫറെൻറ്റ് കണ്ടീഷൻസ്. ദെൻ ദ നയൻത്ത് വൺ, എക്സ്പെരിമെൻറ്റ്സ്. എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ട്രൂത്ത് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് റിലേറ്റിംഗ് ടു സം റിസർച്ച് പ്രോബ്ലം. എക്സ്പെരിമെൻ്റ് ചെയ്യുക, നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ട്രൂത്ത്. എക്സ്പെരിമെൻറ്റിൽ നമ്മൾ എന്താ കണ്ടെത്തുന്നത്? ട്രൂത്ത്, നോളജ് ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ട്രൂത്തിനെ ഡിസ്കവർ ചെയ്യുക, എക്സാമിൻ ചെയ്യാൻ എക്സ്പെരിമെൻറ്റ്സുകൾ ചെയ്യുക. ഇതിങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ അതങ്ങനെ തന്നെയാണോ, ആ ഒരു സം സോർട്ട് ഓഫ് ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫിനോമിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, അതിനെ എക്സാമിൻ ചെയ്യുന്നുണ്ട്. യെസ്, നമ്മുടെ ഒരു റിസർച്ച് പ്രോബ്ലമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഹൈപ്പോത്തിസിസ്, അതായത് രണ്ട് വാരിയബിൾസിൻ്റെ ഒരു റിലേഷൻഷിപ്പിനെ എക്സാമിൻ ചെയ്യുകയാണ്. അത് അങ്ങനെ തന്നെയാണോ എന്ന് പഠിക്കുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. Then the 10th one, experimental unit. Yes, these are the predetermined plots where different treatments are applied. Experimental unit എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലോട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയാസ്, ഡിഫറെൻറ്റ് ഫിനോമിനൻസ്, ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, എന്തിലാണോ നമ്മൾ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത് അതിനെയാണ് പ്രീഡിറ്റർമൈൻഡ് പ്ലോട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എം.കോം ക്ലാസ്സിനെ A&B എന്നൊക്കെ പറഞ്ഞ് ടീമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഓരോ പ്ലോട്ട്, പ്രീഡിറ്റർമൈൻഡ് പ്ലോട്ട്, അതിനെയാണ് എക്സ്പെരിമെൻ്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. യെസ്, ദെൻ ദ നെക്സ്റ്റ് ഏരിയ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഏരിയ, സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു റിസർച്ച് ഡിസൈൻ എന്താ, അല്ലെങ്കിൽ അതിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എലമെൻ്റ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നീഡ് എന്താ, അല്ലെങ്കിൽ എന്താ, അങ്ങനെ ഡീറ്റെയിൽ ആയി പറഞ്ഞു. ഇനി റിസർച്ച് ഡിസൈനിൻ്റെ സ്റ്റേജസ് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോണത്. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റിസർച്ച് പ്ലാൻ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഫ്രം ദി ബിഗിനിങ് ടു എൻഡ്, നമ്മുടെ ആ റിസർച്ചിൻ്റെ എൻറ്റയർ പ്രോസസ്സിൻ്റെ ഒരു പ്ലാൻഡ് സീക്വൻസിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ആ ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ ഒരു റിപ്പീറ്റേഷൻ എന്നുള്ള രീതിയിൽ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിസർച്ച് ഡിസൈനിലും വരുന്നത്. യെസ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയണത്? സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റിസർച്ച് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക. ആ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുന്നത് ന്യൂ നോളജ് ഗെയിൻ ചെയ്യാനുള്ളത് ഒന്നായിരിക്കണം. ആൻഡ് എവിടെ നിന്നൊക്കെ നമുക്ക് സോഴ്സസ് ഓഫ് പ്രോബ്ലം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമുക്കൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുക, ആരൊക്കെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. Then the second one, review of the existing literature. അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ, നമ്മുടെ ഒരു പ്രോബ്ലം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന കണക്റ്റഡ് ആയിട്ട് വരുന്ന റെലവൻറ്റ് മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും. യെസ്, then the third one, sources of information to be utilized. എവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എവിടെ നിന്നൊക്കെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? സെക്കൻഡറി ഡാറ്റയാണോ, പ്രൈമറി ഡാറ്റയാണോ, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി സോഴ്സസ് ആണോ, പേഴ്സണൽ സോഴ്സസ് ആണോ, ലൈബ്രറി സോഴ്സസ് ആണോ, ഇതിലേതൊക്കെയാണ് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ആ ഒരു റിസർച്ചിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതെല്ലാം നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യണം. ദ നേച്ചർ ഓഫ് സ്റ്റഡി, ഏത് രീതിയിലുള്ള സ്റ്റഡിയാണ്? ഈസ് ഇറ്റ് എക്സ്പെരിമെൻ്റൽ ഓർ ഈസ് ഇറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ ഈസ് ഇറ്റ് കമ്പാരറ്റീവ്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ ആണോ? ഏത് രീതിയിലുള്ള റിസർച്ചാണ്? വിച്ച് ടൈപ്പ്, ഏത് രീതിയിലുള്ളതാണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ആണോ, കമ്പാരറ്റീവ് റിസർച്ച് ആണോ, എക്സ്പെരിമെൻ്റൽ ആണോ? അതെല്ലാം
ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണോ, ഇതിനെ ഏത് രീതിയിലുള്ളതാണ് നമ്മുടെ റിസർച്ച്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി. ഓഫ് കോഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ സ്റ്റേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ആ റിസർച്ചിനെ ഗൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോബ്ലം സെലക്ട് ചെയ്യുന്നുണ്ട്, ദെൻ നമ്മുടെ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നുണ്ട്, ദെൻ എവിടെ നിന്നൊക്കെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, ദെൻ റിസർച്ച് ഏത് ടൈപ്പാന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു, ആൻഡ് ജോഗ്രഫിക്കൽ ഏരിയ ടു ബി കവേർഡ്. ഏതൊക്കെ ജോഗ്രഫിക്കൽ ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ നമ്മുടെ അതിൻ്റെ ഫിസിക്കൽ ബൗണ്ടറീസിനെ ഫിക്സ് ചെയ്യണം, എത്രമാത്രം പോവാം. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുന്നു, നമ്മളിപ്പോൾ പറയണ പോലെ ഓക്കെ GST എഫക്റ്റ്, അല്ലെങ്കിൽ കൊറോണ എഫക്റ്റ്, ഡിമോണിറ്റൈസേഷൻ എഫക്റ്റ്, പട്ടാമ്പി താലൂക്ക്, പാലക്കാട് ഡിസ്ട്രിക്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ബൗണ്ടറി മെൻഷൻ ചെയ്യണം. ആൻഡ് 7th വൺ, സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദി സ്റ്റഡി. ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അവരുടെ നെയിം, ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെയാണ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ ഇൻകം ആൻഡ് അവരുടെ എഡ്യൂക്കേഷൻ, SSLC ആണോ, +2 ആണോ, ഡിഗ്രി ആണോ, PG ആണോ, അപ്പം അത്തരത്തിലുള്ളതൊക്കെയാണ് സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ സർട്ടൈൻ ചെയ്യണം. ആൻഡ് പീരീഡ് ഓഫ് സ്റ്റഡി, എത്ര പീരീഡ് ഉണ്ട് നമുക്ക് ഈ ഒരു, ഇപ്പോൾ കോളേജിലൊക്കെ അല്ലെങ്കിൽ സ്കൂൾസിലൊക്കെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പീരീഡ് എത്രയാണ്, അതായത് ഇപ്പോൾ 1 month ആണോ, അല്ലെങ്കിൽ 15 days നമുക്കുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ PhD ഓഫ് കോഴ്സ് 5 years ആണോ, 3 years ആണോ, അതിൻ്റെ പീരീഡ് എത്രയാണ്, അല്ലെങ്കിൽ സ്റ്റഡിയുടെ ഡയമെൻഷൻ, അതിൻ്റെ ഒരു ടൈം എത്രയാണെന്നുള്ളത് നമ്മൾ അസർട്ടൈൻ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഓക്കെ, ഡയമെൻഷൻ ഓഫ് ദി സ്റ്റഡി, അതായത് എത്ര കേസസ് നമ്മൾ കവർ ചെയ്യണം, അല്ലെങ്കിൽ എത്രമാത്രം കാര്യങ്ങൾ, എത്രമാത്രം ഏരിയാസിനെ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രമാത്രം ഒബ്ജക്റ്റീവ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അത് കൃത്യമായിട്ടും പഠിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈമിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ എത്രമാത്രം കേസുകൾ, നമ്പർ ഓഫ് കേസസ് വി വാണ്ട് ടു സ്റ്റഡി, എത്രമാത്രം കേസുകൾ നമ്മൾ പഠിക്കണം എന്നുള്ളത്, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊരു പിക്ചർ വേണം. യെസ്, ദെൻ ദ 10th വൺ, ബേസിസ് ഫോർ സെലക്ടിങ് ദി ഡാറ്റ. ഡാറ്റ കളക്ഷൻ്റെ ബേസിസ്, ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു എൻറ്റയർ പോപ്പുലേഷൻ അല്ലെങ്കിൽ എൻറ്റയർ യൂണിവേഴ്സിനെയൊക്കെ സ്റ്റഡി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ടൈം, കോസ്റ്റ് ആൻഡ് എഫേർട്ട് എന്ന് പറയുന്നത് ഒരുപാട് വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യാം, സാമ്പിൾസ് എടുക്കാം. സാമ്പിൾസ് എടുക്കുമ്പോൾ എങ്ങനെയാണ്, നമുക്ക് ടൈം ആയിക്കോട്ടെ, നമ്മുടെ എഫേർട്ട് ആയിക്കോട്ടെ, ഓഫ് കോഴ്സ് നമ്മുടെ കോസ്റ്റും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മോർ ഇക്കണോമിക്കൽ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി, റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് രീതിയിലാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, സാമ്പിൾ മതിയോ, എത്ര സാമ്പിൾസ് എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ ടെക്നിക് ഓഫ് സ്റ്റഡി, ഇപ്പോൾ നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യണം, എത്രമാത്രം സെലക്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു. ഇനി ഏത് മെത്തേഡിലൂടെ, ഒബ്സർവേഷൻ ആണോ, ഇൻ്റർവ്യൂ ആണോ, ഷെഡ്യൂൾസിലൂടെയാണോ, ക്വസ്റ്റ്യനെയേഴ്സ് ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മിക്സ്ചർ കോമ്പിനേഷൻ ആണോ, ഏത് ടെക്നിക്കാണ് അല്ലെങ്കിൽ ഏത് അപ്രോച്ചാണ് ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ദെൻ ദ 12th വൺ, ദ കൺട്രോൾ ഓഫ് എറർ. നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺട്രോൾ ഓഫ് എറർ എന്നുള്ളത്. അതായത് നമ്മുടെ ഇപ്പോൾ ലബോറട്ടറീസിലൊക്കെ വാരിയബിൾസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. നമ്മുടെ വാരിയബിൾസ്, നമ്മൾ പഠിക്കുന്ന വാരിയബിൾസിൻ്റെ മീതെ എക്സ്ട്രേനിയസ് വാരിയബിൾസിൻ്റെ ഇൻഫ്ലുവൻസിനെ മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വാരിയബിൾസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക, ഇറേഴ്സ് കമ്മിയാക്കാൻ പറ്റും. അതിനെയാണ് കൺട്രോൾ ഓഫ് എറർ എന്ന് പറയുന്നത്. യെസ്, നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൺസെപ്റ്റ്സിൻ്റെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ, ദെൻ വാരിയബിൾസിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളതുകൊണ്ട് എന്താ മീൻ ചെയ്യണത്, റിസർച്ച് ഡിസൈൻ അല്ലെങ്കിൽ റിസർച്ച് പ്ലാൻ എന്താ, അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ആൻസർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ റിസർച്ച് ഡിസൈനിൻ്റെ ഒരു കണ്ടന്റ് എന്താണ്,
അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, നീഡ് എന്താണ്, ആ ഒരു റിസർച്ച് പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്. ദെൻ ഓഫ് കോഴ്സ് സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ, റിസർച്ച് ഡിസൈനിൻ്റെ സ്റ്റേജസ് എന്താണ്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സുകളെല്ലാം പ്രോപ്പറായിട്ട് എഴുതിയെടുക്കുക. താങ്ക് യു.